ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം, ബോറോളിൻ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആണ്. ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഇതിടുന്നതിന്റെ റീസൺ എന്താ വെച്ചാൽ, ഞാൻ കുറെ നാളുകൾക്ക് മുൻപാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടത്. സോ ഒത്തിരി പേര് ആ പണ്ടത്തെ ഷോർട്ട്, ഞാൻ ചെറുതായിട്ടുള്ള ഒരു ഷോർട്ട് കണ്ടിട്ട് മെയിൻ ഇട്ട വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തിട്ടതാണേ. അപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു, ഇതിന്റെ മെയിൻ വീഡിയോ ഇടാവോ എന്ന് കുറെ പേര് ചോദിച്ചായിരുന്നു. പക്ഷെ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് നിങ്ങൾ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എഗെയിൻ ആൻഡ് എഗെയിൻ ഞാനിത് കാണിക്കുന്നത്. അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, സ്കിന്നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് ഒരു ആയുർവേദിക് ആന്റിസെപ്റ്റിക് ക്രീമാണ്. ഇത് പല ആൾക്കാരും ചോദിച്ചു, ഇതൊരു ആയുർവേദ ക്രീമാണോ, ഇതൊരു ഹോമിയോപ്പതി ക്രീം അല്ലേ എന്നൊക്കെ ചോദിച്ചു. ചില ആൾക്കാർ ചോദിച്ചു, ആന്റിസെപ്റ്റിക് ആയുർവേദിക് ക്രീമോ എന്നൊക്കെ. പക്ഷെ അതാണ്, മനസ്സിലായോ? അപ്പൊ നമ്മൾ ചുമ്മാ പറഞ്ഞല്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് കുഞ്ഞൊരു ട്യൂബ് കേട്ടോ. പണ്ട് ഞാൻ ആദ്യം ഇപ്പോഴും 45 രൂപ തന്നെയാണ്. ഞാനിത് എന്റെ കയ്യിലുള്ളത് തീർന്നായിരുന്നു. പിന്നെ ഇരിക്കുന്ന മനുഷ്യന്റെ വെട്ടത്ത് കാണിക്കാൻ കൊള്ളത്തില്ല, കാരണം ഇതിന്റെ ട്യൂബ് നമ്മൾ എടുക്കുന്തോറും ഒരുമാതിരി ഇങ്ങനെ കുറച്ച് എന്താ പറയുന്നത്, എന്തോ ഒരു മെറ്റീരിയൽ, ഇത് ഞാൻ കാണിച്ചു തരാമല്ലോ. കയ്യിലിരിക്കുന്ന സാധനത്തിന് വേണ്ടി തന്നെ എന്ത് മെറ്റീരിയൽ ആണെന്ന് ചോദിക്കുക. ഇപ്പൊ കുറച്ച് ചെറുതായി പോയാ. ഇങ്ങനത്തെ ട്യൂബാ, പണ്ടത്തെ ട്യൂബില്ലേ, അങ്ങനത്തെ ട്യൂബാ. നമ്മുടെ നോർമൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ആ സാധനമല്ല. അതുകൊണ്ട് ഇത് ഈ പച്ച കളറൊക്കെ അങ്ങ് തൊലിയെല്ലാം പോകും, ഒന്ന് അലമ്പായി കുറെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ. അപ്പൊ അതുപോലെ അലമ്പായിട്ടിരിക്കും എന്റെ കയ്യിലുള്ള. അപ്പൊ അത് മനുഷ്യന്റെ അടുത്ത് കാണിക്കാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ അച്ഛനെ കൊണ്ട് പുതിയതൊരെണ്ണം മേടിപ്പിച്ചാണ്. 45 രൂപയുള്ളൂ. 45 രൂപയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ സാധനം ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതിനകത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാവേ. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് 45 രൂപ മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുണ്ട് വരണ്ട് പൊട്ടുക, നമ്മുടെ ചുണ്ട് ചൊറിച്ചില്, അലർജി, ഇച്ചിങ്, ചോപ്ഡ് ആവുക, അങ്ങനത്തെ സംഭവങ്ങളിൽ ചുണ്ടിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും, എക്സ്ട്രീം ഡ്രൈ ആവുന്ന ഒരു ദിവസം രാത്രി, എപ്പോഴും ഇത് പകൽ യൂസ് ചെയ്യരുത്, രാത്രി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. രാത്രിയിൽ ചുണ്ടിലെടുത്ത് ഇച്ചിരി അങ്ങ് ഇട്ടേക്കുക. രാവിലെ ഒരു കട്ടിയുള്ള ഒരു കോട്ടൺ തുണി വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എടുത്താൽ എന്റെ മോനെ ചുണ്ട് ക്ലീൻ ആകും. ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ. ഒരു ഓവർനൈറ്റ് കൊണ്ട് നമ്മുടെ ചുണ്ട് ശരിയാവും. ചുമ്മാ എക്സാജറേറ്റ് ചെയ്ത് ഞാൻ പറയുന്നതല്ല. ഞാൻ ഇതിനകത്ത്, അതായത് ഞാൻ ഇട്ടിരിക്കുന്ന ഷോർട്ടിനടി വന്നിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസും കൂടെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ക്യൂർ ചെയ്യുന്ന അതായത് നമ്മുടെ കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ മുറിവുകളെല്ലാം തന്നെ ഇത് ക്ലിയർ ചെയ്യും. എല്ലാത്തിലും മുറിവിലൊക്കെ പരട്ടാം കേട്ടോ. ഇനി സോഫ്റ്റ്നെസ്, അത് നമ്മുടെ ഈ കൈമുട്ടിലൊക്കെ ഇങ്ങനെ ചില ആൾക്കാർക്ക് കറുത്തിരിക്കും, കാലുമുട്ട് കറുത്തിരിക്കും, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവത്തില്ലേ? അതുപോലെ ഈ ഏരിയയിലൊക്കെ ആൾക്കാർക്ക് ഭയങ്കര കറുത്തിട്ട് ആ ഒരു ഏരിയ മാത്രം കറുത്തിരിക്കുന്ന അങ്ങനത്തെ പ്രശ്നമുള്ള ആൾക്കാരില്ലേ? അങ്ങനെയുള്ള ആൾക്കാർക്ക് എൽബോസ് സോഫ്റ്റൻ ചെയ്യാനും, അതുപോലെ തന്നെ ഭയങ്കര ചുരുണ്ട് നമ്മുടെ ഭയങ്കര എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആയിട്ട് ആൾക്കാരുടെയൊക്കെ കാലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ നമ്മൾ കളം വരച്ച കൂട്ടിയിരിക്കും, എക്സ്ട്രീം ഡ്രൈ ആയിട്ട്. അതുപോലെ നമ്മളിപ്പോ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന സ്ഥലത്ത് വരയ്ക്കുമ്പോൾ നമുക്കൊരു വൈറ്റ് കളർ ഇങ്ങനെയൊക്കെ വരത്തില്ലേ, അത് എക്സ്ട്രീം ഡ്രൈ ആവുന്നതാണ് നമ്മുടെ സ്കിൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ കാല് വിണ്ട് കീറുക എന്നൊക്കെ പറഞ്ഞിട്ട്, കാലിന്റെ ഉപ്പൂറ്റി വിണ്ട് കീറൽ, അങ്ങനത്തെ അസുഖങ്ങളില്ലേ, അത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറാന്ന് വെച്ചാൽ വലിയ നിസ്സാര പരിപാടി. പക്ഷെ ഇവർക്ക് കാല് നിലത്ത് കുത്താൻ പറ്റത്തില്ല. ഈ ഉപ്പൂറ്റി വിണ്ട് കീറിയ പിന്നെ ഈ സാധനത്തിനകത്തൂടെ ഈ ചെറിയ പസ് പോലെ വരും, അതുപോലെ ബ്ലഡ് വരാൻ ചാൻസ് ഉണ്ട്. ഇവർക്ക് കാല് ശരിക്കും പറഞ്ഞാൽ നിലത്ത് കുത്താൻ പറ്റില്ല. മഴയും കൂടെ ഒക്കെ ആണെങ്കിൽ ഓർത്ത് നോക്കി. അപ്പൊ ഒരാഴ്ച പോലും എടുക്കത്തില്ല. അത്രയ്ക്ക് വികൃതമായിട്ടിരിക്കുന്ന ഒരു കാല് വിണ്ട് കീറി വികൃതമായിട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ പോലും ഈ സാധനം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു 1 വീക്കിനുള്ളിൽ ആ സാധനം പഴയ കണക്കിനാവും. അതുപോലെ തന്നെ നിപ്പിൾസ്, നമ്മുടെ പാല് കൊടുക്കുന്ന ചേച്ചിമാരെ, അമ്മമാർക്കൊക്കെ എന്ന് വെച്ചാൽ, ഈ കുഞ്ഞുങ്ങൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാല് കുടിച്ച് നമ്മുടെ നിപ്പിൾസ് ഒക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, ക്രാക്ക് ആവും. നമ്മുടെ ചുണ്ടിലൊക്കെ വരുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ട് വിടും. അപ്പൊ ഇത് നമ്മൾ പിന്നെ പാല് കുടിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് നമുക്ക്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ സാധനം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി പാല് കുടിച്ചതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ആയുർവേദിക് ക്രീം ആയതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, മനസ്സിലായോ? അപ്പൊ നമുക്ക് ചിലപ്പോൾ പേടിയാണ് എന്തെങ്കിലും ഓയിൽമെന്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും വെളിച്ചെണ്ണയൊക്കെയാന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. ഇത് എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു ഈ കാര്യം. ഞാനിപ്പോ ഇതിന്റെ കൂടുതൽ വായിച്ചു നോക്കിയപ്പോഴാണ്. കാരണം ഇത് പണ്ടേ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ കവറൊന്നും നമ്മൾ അങ്ങനെ ഇത് വായിച്ചു നോക്കാനോ എടുക്കാനോ നമ്മൾ തരില്ല. നമുക്ക് എന്ത് സ്കിൻ പ്രോബ്ലം വന്നാലും നമ്മൾ ഇത് മേടിച്ച് തേക്കുക എന്നുള്ളതാണ്. എന്റെ കുടുംബത്തിൽ എനിക്ക് മറ്റേ ഒരു ചീത്തപ്പേര് വരുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ഇത് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ അപ്പൊ പറയും ബോറോളിൻ തേച്ചോളാൻ. എനിക്കറിയാനൊന്നും പാടില്ല. പക്ഷെ എന്റെ ഒരു വിചാരത്തിൽ പണ്ടേ മനസ്സിൽ
പതിഞ്ഞു പോയൊരു സാധനമാണ്. എന്ത് സ്കിൻ പ്രോബ്ലമിനും നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഇത് ഞാൻ ജസ്റ്റ് ട്യൂബ് കാണിച്ചു തന്നേക്കാം കേട്ടോ. ഇത് പൊട്ടിച്ചിട്ടുണ്ടാ, പൊട്ടിയിരിക്കുക. ഇതാണ് ഇവനാണ് നമ്മുടെ, കണ്ടോ മോനെ, ഇതിന്റെ മണം എനിക്ക് എന്നാ ഇഷ്ടമാണെന്നറിയാം. എന്നാ ഇഷ്ടം എന്ന് വെച്ചാ കേട്ടോ, വെളിയിൽ ആരോ വന്നെന്ന് തോന്നുന്നു ഗൈസ്. വെയിറ്റ് ചെയ്യൂ, ഇലക്ഷൻ ആയതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്തിട്ട് എടുക്കാവേ. അപ്പോൾ പുറത്ത് ആള് വന്നതായിരുന്നു. ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നായിരുന്നു ഓൾറെഡി. എന്നാലും ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് വരും. നമ്മൾ ഞെക്കൊന്നും വേണ്ട. അതൊന്നും ഇങ്ങനെ ഇന്നും ഇങ്ങനെ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഇവർ ഫില്ല് ചെയ്ത് വെച്ചേക്കുവാന്ന്. പിന്നെ ഇതിന്റെ മാനുഫാക്ചറിങ് ടൈം, അതായത് 3 വർഷമാണ് കേട്ടോ ഇതിന്റെ കാലാവധി. 3 വർഷമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. ഇതിപ്പോൾ 2025, അപ്പോൾ 2026, 2027, 2028 അത്രയും നാൾ യൂസ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനതൊന്നും നോക്കാറില്ല കേട്ടോ. എൻ്റെ കയ്യിൽ പിരിക്കുന്ന ഒത്തിരി നാൾ മുന്നത്തെ, 3 വർഷമൊന്നായി കാണത്തില്ല. ഇതിന്റെ മണം. ഒത്തിരി പേരുടെ കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. ഞാൻ വായിക്കാം, ഓരോരോ കമന്റ് ഞാൻ വായിക്കാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇതിനകത്ത് ഷർമിള എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി പറഞ്ഞിരിക്കുകയാണ്, 5 രൂപയ്ക്ക് 1985 വാങ്ങി തുടങ്ങി ഇപ്പോഴും ഉപയോഗിക്കുന്നു. ആയുർവേദിക് ക്രീം അല്ല, ആന്റിസെപ്റ്റിക് ക്രീം ആണെന്ന്. ചേച്ചി ഇത് ശരിക്കും ആയുർവേദിക് ആന്റിസെപ്റ്റിക് അല്ല, ആന്റിസെപ്റ്റിക് ആയുർവേദിക് ക്രീമാണ് ചേച്ചി. നമ്മളത് നോക്കത്തില്ല. ഇപ്പൊ എനിക്കും വലിയ പിടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞ് അങ്ങനെ ആയിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കാരണം എൻ്റെ ഇതിനകത്ത് ഈ ട്യൂബ് എന്ന് പറയുന്നത് ഇതിന്റെ പച്ച കളർ ഒന്നും ഇല്ല. അവിടെ പച്ച കളറുള്ളൂ. അപ്പൊ എനിക്ക് വായിച്ചു നോക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചേച്ചി പറഞ്ഞാൽ സമ്മതിച്ചു. പക്ഷെ അങ്ങനെ തന്നെയാണ് കേട്ടോ. വേറൊരു ചേച്ചി പറഞ്ഞേക്കാണ്, ഗീതാ പിള്ളേ എന്ന് പറഞ്ഞൊരു ചേച്ചി പറഞ്ഞേക്കാണ്, ഇതിന് 5 രൂപയുള്ളപ്പോൾ, ഇതിന് കുറെ പേരുണ്ട് കേട്ടോ. ഇവർ 5 രൂപയുള്ളപ്പോൾ വാങ്ങാൻ തുടങ്ങിയതാണ്. നല്ല ഒരു ആന്റിസെപ്റ്റിക് ക്രീമാണ്. ശരീരത്തിൽ എവിടെയെങ്കിലും പൊള്ളൽ പറ്റിയാൽ നീറ്റൽ മാറാൻ നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കുക, പൊള്ളലിനും ഇത് നല്ലതാണേ. എല്ലാ സ്കിൻ പ്രോബ്ലം ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വായിക്കുന്നത് കേട്ടോ. സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ്, 35 വർഷമായി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആഫ്റ്റർ ഷേവ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ആന്റിസെപ്റ്റിക് ക്രീം, പെർഫ്യൂം, എന്തിന് ഇതിന്റെ സുഗന്ധം കൊണ്ടാണ് ഞങ്ങൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നത് പോലും. ആദ്യമായി നാസ്കിൻ ജോലിയുള്ള നാസ്കിൽ അതെന്താ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ജോലി ഉള്ളപ്പോൾ അവിടുത്തെ തണുപ്പിൽ ചുണ്ടു പൊട്ടുകയും കാൽ വിണ്ടു കീറുകയും ചെയ്തപ്പോൾ അതിനുള്ള ക്രീമായാണ് ഉപയോഗിച്ചു തുടങ്ങിയത്. അന്യരുമായി ഇടപെടുന്ന സാഹചര്യത്തിൽ ഒരൽപ്പം കയ്യിലോ ശരീരത്തിലോ തേച്ചാൽ നമുക്കൊരു പ്രത്യേക കോൺഫിഡൻസ് തന്നെ ഉണ്ടാകും. ഐ ലവ് ബോറോളിൻ. അയ്യോ, നോ ബോറോ പ്ലസ് എന്ന് പറഞ്ഞിട്ട് വേറെന്തോ ക്രീം ഉണ്ട്, അത് കൊള്ളില്ല, ഇതായാലും നല്ലതെന്നായിട്ട് തോന്നുന്നത്. ആക്ച്വലി ഞാൻ ഈ കമന്റ് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ശരിയാട്ടോ, ഇതിന്റെ മണം നമുക്ക് ഹാൻഡ് ക്രീമായിട്ട് യൂസ് ചെയ്യാം. എന്റെ ഹാൻഡ് ക്രീമിന് ആക്ച്വലി ഒരു സിമിലർ സ്മെല്ലാണ്. അടുത്ത കമന്റിലേക്ക് പോവാട്ടോ. നമുക്ക് നോർത്ത് നോക്കി എന്തോരം ആൾക്കാർക്കാണ് ഇതുകൊണ്ട് ഗുണം ഉണ്ടായിരിക്കുന്നതെന്ന്. 90s കിഡ്സ് എല്ലാവരും, നിഖില എന്ന് പറഞ്ഞിട്ട് ആൾ വന്നിരിക്കണം, 90s കിഡ്സ് എല്ലാവർക്കും ഈ രാജാവിനെ അറിയാം. എന്റെ ദൈവം, എന്താ പറയാ, സൂപ്പർ ക്രീമാണ്. ബിന്ദു മാത്യു എന്ന് പറഞ്ഞൊരു ചേച്ചി പറഞ്ഞിരിക്കുകയാണ്, സൂപ്പർ ക്രീമാണ്, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ടെന്ന്. അപ്പൊ എന്നെ പോലെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. വിജി ബിനു എന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞിരിക്കുകയാണ്, 90s ഡൽഹിയിൽ വെച്ച് ഉപയോഗിച്ചിരുന്നു, പിന്നെ ബോറോ പ്ലസ് എന്നായിരിക്കും ഉദ്ദേശിച്ചത്, ബോറോ പ്ലസിലേക്ക് മാറി. ഇത് കണ്ടപ്പോൾ നൊസ്റ്റു അടിച്ചു എന്നാണ് ആ ചേച്ചി പറയുന്നത് കേട്ടോ. നല്ല സ്മെല്ലാണ്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, സൂപ്പർ ആണെന്ന് മെറിൻ ബേസിൽ എന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞിട്ടുണ്ട്. സൂര്യ എന്ന് പറഞ്ഞിട്ട് ആള്, സൂര്യ പറഞ്ഞിരിക്കുകയാണ്, ഇത് ഇപ്പോഴും ഉണ്ടോ? എന്റെ ചെറുപ്പത്തിൽ 30 വർഷം മുൻപ് ലിപ്പ് ഡ്രൈ ആകുമ്പോൾ ലിപ് ബാം ആയി ഉപയോഗിച്ചിരുന്നു, നല്ല മണമായിരുന്നു എന്ന്. ചേച്ചി ഇത് ഇപ്പോഴും കിട്ടും മെഡിക്കൽ ഷോപ്പിൽ, 45 രൂപയുള്ളൂ കേട്ടോ. പണ്ട് 5 രൂപയ്ക്ക് ഈ സാധനം കിട്ടിയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്റെ ദൈവം, എനിക്ക് എന്തൊരു ഇത്ര വർഷമായിട്ടുള്ളതാണല്ലേ. അപ്പൊ ഇത് മനീഷ ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ്, ഐ ഹാവ് യൂസ് ദിസ്, വി ഗെറ്റ് ദിസ് ഇൻ മഹാരാഷ്ട്ര. സോ പിന്നെ സ്റ്റാർലി എബ്രഹാം കുഞ്ഞായിട്ട് എഴുതിയേക്കുന്നതുകൊണ്ട് എനിക്ക് കാണാത്ത. ഒന്നാമത് ഇതിന്റെ ബ്രൈറ്റ്നസ് കുറവായി, ഇത് ബ്രൈറ്റ്നസ് കൂട്ടിയ ഓഫ് ആയിപ്പോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തപ്പി കണ്ടുപിടിക്കുന്നത്. ഐ യൂസ്ഡ് വെൻ ഐ വാസ് ഇൻ മൈ കോളേജ് ടൈം 35 years ബാക്ക്. ഫേസിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ചേച്ചി. റാണി മണി, ഐ യൂസ് ലോങ് ടൈം, ദിസ് ഇസ് വെരി ഗുഡ് വൺ എന്നാണ് പറയുന്നത്. സൂപ്പർ ആണെന്ന്
സതി ദേവി എന്ന് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ ആണ്. പിന്നെ ശ്രീരാജ് പറഞ്ഞിരിക്കുകയാണ് സുഗന്ധമുള്ള ആന്റിസെപ്റ്റിക് ക്രീമാണ്. സുഗന്ധമുള്ള കറക്റ്റാണ് കേട്ടോ, ഇതിന്റെ മണം നമ്മളിങ്ങനെ മണത്തോണ്ടിരിക്കും. വിജി എന്നാന്ന് തോന്നുന്നു, വിജി ബോബൻ എന്ന് പറഞ്ഞിട്ട് ചേച്ചി. സോ ട്രൂ, ഫ്രം 9th grade ഐ യൂസ് ടു സെയിം ക്രീം നൗ 50 years, 54 വർഷമായിട്ട് ആ ചേച്ചി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് 3 tubes ഇൻ മൈ ബോക്സ്. അതായത് പുള്ളിക്കാരി പുറത്ത് എവിടെയാണ് 3 ട്യൂബ് ഇപ്പോഴും ആ ചേച്ചിയുടെ ബോക്സിലുണ്ടെന്ന് കേട്ടോ. എനി എമർജൻസി സിറ്റുവേഷൻ. സോ ഈ ഒരു സാധനം എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്നാണ് ആ ചേച്ചി പറയുന്നത്. ഓയിൽമെന്റ് ആയിട്ടോ ക്രീമായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ റിയാസ് എന്ന് പറഞ്ഞത് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടിട്ടുണ്ട്, ചിക്കൻ ബോക്സ് വന്ന് കിടന്നപ്പോൾ ഇത് തന്നു പാട് മാറാൻ വേണ്ടിയിട്ടെന്ന്. ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സ്റ്റിച്ചസിന്റെ മാർക്ക് പോകുന്നു. അത് ഇവര് ആ ബോക്സിൽ കൊടുത്തിട്ടില്ല, പക്ഷെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് മാർക്ക് പോകുന്നുള്ളത്. അതുപോലെ പൊള്ളലിന്റെ പാട് പോകുന്ന സൺബേൺ ഒക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് മാറുമെന്നും പറയുന്നുണ്ട്. 1975 തൊട്ട് ഉപയോഗിക്കുന്നത്, 75 തൊട്ട്, അതായത് എൻ്റെ അമ്മയുടെ പ്രായം തൊട്ട് 50 വർഷം. ആ ചേച്ചി പറഞ്ഞേക്കുന്നത്, ആ ചേച്ചിയുടെ പേര് സുഷ എന്നാന്ന് തോന്നുന്നു കേട്ടോ ആ ചേച്ചി. പിന്നെ എൻ്റെ അടുത്ത് വീണ എന്ന് പറഞ്ഞൊരാൾ ചോദിച്ചു ടാൻ മാറുമെന്ന്, സൺബേൺ മാറുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ടാൻ മാറാനും ചാൻസ് ഉണ്ട്, ലൈറ്റ് ആയിട്ട് രാത്രി അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഓയിലി സ്കിൻ ആണെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഒന്നുകൂടെ ആലോചിക്കണം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ കേട്ടോ. വളരെ ലൈറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സതീഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ തപ്പി നടക്കുമായിരുന്നു, താങ്ക്സ് കേട്ടോ. ഓക്കെ, മേഴ്സി മാത്യു പറഞ്ഞിരിക്കുന്നതാണ്, നമ്മൾ 100% കറക്റ്റ് ആണ്, ഇത് ഇത്രയും സ്കിൻ പ്രോബ്ലമിന് നല്ലതാണെന്നുള്ളത്. ഇപ്പോഴും ഉണ്ടോ എന്ന് ആശ ചേച്ചി ചോദിച്ചിരിക്കുവാണ്. മായ മധു എന്ന് പറഞ്ഞൊരു ചേച്ചി മെസ്സേജ് ഇരിക്കുന്നത് 2003 ഉപയോഗിച്ചിട്ടുണ്ട്, സൂപ്പർ ആണ്. എല്ലാവർക്കും ഇത് തന്നെയാണ് കേട്ടോ പറയാനുള്ളത്, എല്ലാവർക്കും. ഇതിന്റെ നാദിയ ഹംസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കമന്റ് ചെയ്തിരിക്കുകയാണ്, ഇതിന്റെ ഒറ്റ ദിവസം കൊണ്ട് വിസിബിൾ ആയ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ രാത്രി ലിപ്പിൽ ഇട്ടേക്കുക, രാവിലെ വാഷ് ചെയ്തിട്ട് ഒരു തോർത്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് നോക്കൂ, ലിപ്പ് ഡെഡ് സ്കിൻ പോയി സോഫ്റ്റ് ആകും. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് പക്കയാണ് കേട്ടോ, ഇത് ഞാൻ ചെയ്യാറുള്ളതാണ്. പിന്നെ നായർകല, അങ്ങനെ നായർകല എന്ന് തോന്നുന്നു. ഓക്കെ, ഓരോരുത്തരുടെ യൂട്യൂബ് നെയിമാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല ക്രീമാണെന്ന് ബിന്ദു മാത്യു പറഞ്ഞിട്ടുണ്ട്. ജുബിൻ ജോസഫ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ കമന്റ് ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള എന്ത് സ്കിൻ പ്രോബ്ലമിനും നിങ്ങൾ ഇത് ആദ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയോളൂ. ചില ആൾക്കാർ ഇതിനകത്ത് കമന്റ് ഇടും, ഇവരിങ്ങനെയൊക്കെ പറയുന്നത് ഡോക്ടറാണോ എന്നൊക്കെ. ഇത് യൂസ് ചെയ്യാൻ ഡോക്ടർ ആവണമെന്നില്ല കേട്ടോ. ഇതിന് 3 രൂപ ഉള്ളപ്പോൾ ഞാൻ മേടിച്ച് ഉപയോഗിക്കുമായിരുന്നു. ഇത് തേച്ച് വെയിൽ കൊണ്ടാൽ കറക്കും. കറക്റ്റാണ്, ഇത് രാത്രി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ, വെയിലത്ത് പോകരുത്. അത് പറഞ്ഞിരിക്കുന്ന രാധാകൃഷ്ണൻ കുറുപ്പാണ് കേട്ടോ. ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, താങ്ക് യു ചേട്ടാ. പിമ്പിൾസും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറുമോ എന്ന് നൂറ ചോദിച്ചിട്ടുണ്ട്. പിമ്പിൾസും ബ്ലാക്ക് ഹെഡ്സും പിമ്പിൾസിന് നല്ലതാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഹെഡ്സ് മാറാനായിട്ട് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അത് അറിയില്ല കേട്ടോ. പിമ്പിൾസ് ഉള്ളിടത്ത് മാത്രം സ്പോട്ട് ട്രീറ്റ്മെന്റ് പോലെ ജസ്റ്റ് ഇങ്ങനെ രാത്രിയിൽ ഓവർനൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, പകരം യൂസ് ചെയ്യരുത്. പിന്നെ മിനി എന്ന് പറഞ്ഞ ചേച്ചി, ഇത് കണ്ടിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ചേച്ചി പറയുന്നത്. ഉപയോഗിച്ച് നോക്കൂ ചേച്ചി. TS അജിത എന്ന് പറഞ്ഞിട്ടുള്ളത് ചേച്ചി വെച്ചിരിക്കുകയാണ്, ഇത് ആയുർവേദം ആണോ അല്ല എന്ന്. പക്ഷെ ഇത് ആയുർവേദം ആണ് കേട്ടോ ചേച്ചി, ഇതൊരു ആന്റിസെപ്റ്റിക് ആയുർവേദിക് ക്രീമാണ്. ശോഭ എന്ന് പറഞ്ഞ ചേച്ചി, അച്ഛൻ യൂസ് ചെയ്യുന്നത് കണ്ട് ഞാനും മുറിവിന് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. പ്രശാന്ത് കുമാർ എന്ന് പറഞ്ഞ ചേട്ടൻ ചോദിച്ചിരിക്കുകയാണ്, ഇത് കിട്ടാനില്ലെന്നാ ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും, അത് വാങ്ങിച്ചോളൂ. കുറെ പേര് ചോദിച്ചിരിക്കും ഇപ്പോഴും കിട്ടുമോ എന്ന്. ജെസി എന്ന് പറഞ്ഞൊരു ചേച്ചി, സ്റ്റാർലി എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി, പ്ലീസ് എക്സ്പ്ലെയിൻ ദ യൂസേഴ്സ്. ചേച്ചി ഈ വീഡിയോ കണ്ടോളൂ കേട്ടോ, ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പൊ തന്നെ 8 മിനിറ്റ് ആയി, ഇത് ഒത്തിരി കമന്റ് ഇനിയും കിടക്കുവാണല്ലോ. ജെസി മാത്യു പറഞ്ഞിരിക്കുന്നത് സൂപ്പർ ആണ്, ഐ എം യൂസിങ് 50 വർഷമായിട്ട് ഈ സാധനം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ വെച്ചാൽ അമ്മ പറയും 50 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് 50 വയസ്സായി, അപ്പോൾ ഒരു 30 വർഷമായിട്ട് യൂസ് ചെയ്യാൻ എൻ്റെ അമ്മ എന്തായാലും പറയും. പിന്നെ ബിന്ദു അരവിന്ദ്, കുറെ ആൾക്കാർ നല്ലതെന്ന് പറഞ്ഞിട്ടുള്ളത്. ആക്നി പിമ്പിൾ പോകത്തില്ല, ഒരു ആക്നി പിമ്പിൾസ് പോകത്തില്ലെന്ന് റെസോ റോസ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ആക്നി പിമ്പിൾസ് പോകത്തില്ലെന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരുടെ സ്കിൻ ഡിഫറെന്റ് ആയതുകൊണ്ടാവാം. രാത്രിയിൽ ഒന്നും കൂടെ നോക്കൂ, സ്പോട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് മൊത്തം എടുത്ത് തേക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കുക മാത്രം ചെയ്യുക. എനിക്ക് മാറിയായിരുന്നു കേട്ടോ, ഒത്തിരി കട്ടിക്കിടുകയും ചെയ്തത്, വളരെ ലൈറ്റ് ആയിട്ട്. പിമ്പിൾസ് ഉണ്ട്, പിമ്പിൾസ് മാർക്ക് ഉണ്ട്, ഇങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്? ഡെയിലി ആണോ? ഡെയിലി യൂസ് ചെയ്യൂ, ഓവർനൈറ്റ് ജസ്റ്റ് സ്പോട്ട് ട്രീറ്റ്മെന്റ് പോലെ. ക്യാൻസർ ആണെന്ന് പറയുന്നു, അറിയില്ല, അതിൽ ഉപയോഗിക്കാമോ? ലൈല സുനിൽ എന്ന് പറഞ്ഞിട്ട് ആള് അങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ. എനിക്ക് ആക്ച്വലി ആ കമന്റ് കണ്ടപ്പോൾ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതൊക്കെ നമ്മൾ അത്രയും വലിയൊരു അസുഖത്തിന് നമ്മൾ
ഹോസ്പിറ്റലിൽ തന്നെ പോകണം. പിന്നെ എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം. പക്ഷെ അല്ലാണ്ട് എനിക്കറിയില്ല കേട്ടോ, അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പിന്നെ അനുഷ ചോദിച്ചിരിക്കുകയാണ്, സത്യമാണോ ചേച്ചി മുറിവ് വന്ന പാട് മാറ്റുമോ? മാറ്റും, യൂസ് ചെയ്തോളൂ. അഞ്ജന നായർ, സ്റ്റിച്ച് ഇട്ടതിന്റെ പാട് മാറുമോ? അതെനിക്ക് ഡൗട്ട് ഉണ്ടെന്നാണ് ഞാൻ കമന്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അഞ്ജന മാറൂട്ടാ, അത് വാങ്ങിച്ച് തേച്ചോളൂ. ഡീപ് സ്കാസ് മാറുമോന്ന്, സ്ഥിരം യൂസ് ചെയ്താൽ മാറും. ബ്രൈറ്റ് ആകുമോന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്രൈറ്റ് ആകും, പിഗ്മെന്റേഷൻ മാറും. അപ്പം ഓൾറെഡി കളറുള്ള ആൾക്കാരാണ് പിഗ്മെന്റഡ് ആയിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ മാറും. സ്കിൻ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അത് ഷഹനയാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ ബോസ് എന്ന് പറഞ്ഞിട്ട് ആൾ ചോദിച്ചത്, ക്രീം കണ്ണിന് ഇതിന്റെ നെയിം കൂടി ഒന്ന് പറഞ്ഞുകൂടെ? ക്രീം, ഇതിന്റെ നെയിം കൂടെ ഒന്ന് പറഞ്ഞുകൂടെ? വീഡിയോയിൽ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ബോറോളിൻ. ഇപ്പൊ ഞാൻ എന്താ പറയുക. ഹലോ, എനിക്ക് 32 വയസ്സായി. നെറ്റിയിൽ സ്കിന്നിന് എന്തോ പോലെ മാറി, ചെറിയ ലൈൻസ് പോലെ, മനസ്സിലാവുന്നില്ല. അത് പോവാൻ എന്തെങ്കിലും റിങ്കിൾസ് പോലെ ആയിരിക്കും കേട്ടോ. അതിന് നല്ലതാണ്. അതായത് ഇങ്ങനെ നമ്മുടെ സ്കിന്നിൽ ചുളിവ് വരത്തില്ലേ, അതാണെന്നാണ് തോന്നുന്നത്. മുന്തിരി പരിപ്പ് കേട്ടോ, യൂട്യൂബ് ചാനലാന്ന് തോന്നുന്നു, ആളാണ് ചോദിച്ചേക്കണായിട്ട്. അത് മാറും, റിങ്കിൾസ് മാറും കേട്ടോ. ബേണിങ്ങിന് ഉപയോഗിക്കുന്നു ജെസ്സി എന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എനിക്കത് അറിയത്തില്ലായിരുന്നു കേട്ടോ. ബേണിങ്ങിന് യൂസ് ചെയ്യും. ബോറോ പ്ലസും നല്ലതാണെന്ന് ഒരാൾ പറയുന്നുണ്ടായിരുന്നു. ബോറോ പ്ലസ് കൊള്ളത്തില്ലെന്ന്. ഇതിനകത്ത് ഇപ്പൊ രഞ്ജു പ്രേം എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിരിക്കുന്നത് ബോറോ പ്ലസും നല്ലതാണ്. മുറിവിന് ഉപയോഗിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. മുറിവിന് ഉപയോഗിക്കാം. അത് ചോദിച്ചിരിക്കുന്ന ലൈല സുനിലാണ്. ആലീസ് എന്ന് പറഞ്ഞ ചേച്ചി താങ്ക്സ് പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ യുവർ കമന്റ്. അശ്വതി പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു അഗെയിൻ, താങ്ക് യു അശ്വതി. ചിക്കൻ ബോക്സ് തല മാറ്റുമോ? മാറ്റും എന്നാണ് കുറെ ആൾക്കാർ ഇതിനകത്ത് പറയുന്നത്. എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ ഞാൻ മറ്റേ ഹെൽത്ത് നിന്ന് തന്ന ഒരു ക്രീമാണ് യൂസ് ചെയ്ത്, അങ്ങനെ ഇത് യൂസ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് യൂസ് ചെയ്ത ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് യെസ്, അത് നിദാസ് ബ്ലോസം ആണ് കേട്ടോ കമന്റ് ചെയ്തേക്കുന്നത്. പൊള്ളലിന് തേക്കുന്നതല്ലേ? അതെ, പൊള്ളലിന് തേക്കുന്നത്. ജസ്മി എന്ന് പറഞ്ഞിട്ടുള്ളവര്. പിന്നെ മൗത്തിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ് മാറുമോന്ന്? അത് മാറൂട്ടോ. പിഗ്മെന്റഡ് ആണെങ്കിൽ അത് മാറുവേ. മുഫീദയാണ് അത് ചോദിച്ചേക്കുന്നത്. മുറിവിൽ പുരട്ടാമോ? പുരട്ടാം. ഇതൊക്കെ ഇവരുടെയൊക്കെ ഒത്തിരി കമന്റ് ഉണ്ട് കേട്ടോ. മുഖത്തെ കറുത്ത പാട് മാറുമോ? നമുക്ക് എല്ലാ കമന്റും കൂടി. ആക്നിയും പിമ്പിൾസും സെയിം അല്ലേ എന്ന് എൽസ ചോദിച്ചിരിക്കുകയാണ്. ആക്നിയും പിമ്പിൾസും സെയിം അല്ല കേട്ടോ. ആക്നി എന്ന് പറയുന്നത് നമുക്ക് വലിയ വലിയ മുഖക്കുരു വരുന്നതാണ്. മുഖക്കുരു അത് തന്നെയല്ലേ പറയുന്നത്, മുഖക്കുരുവാണ്. പക്ഷെ അല്ല, പിമ്പിൾസ് മുഖക്കുരുവാണ്. ആക്നി എന്ന് പറയുന്നത്, എനിക്കും കൂടെ കൺഫ്യൂഷൻ ആയല്ലോ. ആക്നി എന്ന് പറയുന്നത് നമ്മുടെ അതായത് ഇതിന്റെ ഉള്ളിൽ പഴുപ്പായിരിക്കത്തില്ല. ആക്നിക്ക് ഉള്ളിൽ പഴുപ്പായിരിക്കത്തില്ല, ഒരു ഹെഡ്സ് ആയിരിക്കും. പിമ്പിളിനുള്ളിൽ അതായത് നമ്മുടെ പഴുപ്പായിരിക്കും. ഇതാണ് ഡിഫറൻസ്. എനിക്കറിയാവുന്ന ഡിഫറൻസ് ഇതാണ്. അപ്പം രണ്ടും ഡിഫറെന്റ് ആണ്, സെയിം അല്ലേ. മുഖത്ത് ഓയിൽ വീണിട്ട് അങ്ങനെ പാടുണ്ട്, അത് മാറുമെന്ന്? ഉറപ്പായിട്ട് മാറും കേട്ടോ. അത് സുധാ രാജാണ് ചോദിച്ചിരിക്കുന്നത്. സുധ മാറും കേട്ടോ. അത് ഫേസിലുള്ളത് റിമൂവ് ആക്കാൻ. ചെറിയ കുരു ഉള്ളത് മാഡി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ചോദിച്ചിരിക്കുകയാണ്. ചെറിയ കുരു ഉള്ളത് മാറുമോ? ചെറിയ കുരു എന്ന് പറയുന്ന ബംസ് വന്നിരിക്കുന്നത് അത് ഹെഡ്സ് ആയിരിക്കും. അതിനുള്ളിൽ ഹെഡ്സ് ഉണ്ട്, അത് ക്ലിയർ ചെയ്താൽ മതി കേട്ടോ. അതിനിത് യൂസ് ചെയ്യണമെന്നില്ല. അത് യൂസ് ചെയ്താൽ സ്കിൻ നന്നായിട്ടിരിക്കുന്നല്ലാണ്ട് അത് മാറില്ല. അപ്പൊ ജസ്റ്റ് അത് നമ്മുടെ ആക്നി, നമ്മുടെ എന്താ പറയുക, വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന ഒരു നീഡിൽ കിട്ടും. അത് വെച്ചിട്ട് ജസ്റ്റ് അത് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട്, അതായത് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് അതിങ്ങനെ ഞെക്കി കൊടുത്താൽ അതിനകത്തുനിന്ന് ഒരു വൈറ്റോ അല്ലെങ്കിൽ ബ്ലാക്കോ ആയിട്ടുള്ള ഒരു ഹെഡ്സ് വന്ന് പോകും. അപ്പൊ അത് തന്നെത്താനെ മാറിക്കൊള്ളും കേട്ടോ. പിമ്പിൾസിന് ഡോക്ടർ സജസ്റ്റ് ചെയ്യും ഈ ക്രീം എന്ന് അശ്വതി എന്ന് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞിരിക്കുകയാണ്. 15 വയസ്സ് തൊട്ട് 15 വയസ്സുള്ളവർക്ക് യൂസ് ചെയ്യാം, ഉറപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അത് അദ്രി എന്ന് പറഞ്ഞിട്ട് ആളാ ചോദിച്ചേക്കണത്. ഗേൾസിന് യൂസ് ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ബൈ ദിസ് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. ഇത് 16 വയസ്സുള്ള കുട്ടികൾക്ക് പറ്റുമോ? അങ്ങനെ ഏജ് ഒന്നുമില്ല കേട്ടോ, എല്ലാവർക്കും യൂസ് ചെയ്യാം. ഡാർക്ക് സ്പോട്ട് മാറും. മുഖത്ത് പുരട്ടാൻ പറ്റുമോ? മുഖത്ത് മരട്ടാൻ പറ്റുമോ? ഇനി ഞാൻ പേര് നോക്കുന്നില്ല കേട്ടോ, ഒത്തിരി സമയമായി ഇത് വീഡിയോ. ബോറോൺ പ്ലസ് വാസലിൻ നൈറ്റ് മുഖത്ത് പുരട്ടിയിട്ട് രാവിലെ വാഷ് ആക്കണം, നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഫേസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഫേസിൽ പറ്റും. തേയ്മസ് മാറാൻ പോകുമോ? അതെന്താ തേയ്മൽ മാറാൻ ഉപയോഗിക്കുമോ? തേയ്മൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ചുരുളിമയാണോ? അങ്ങനെയാണെങ്കിൽ മാറും. എനിക്ക് അതിന്റെ മീനിങ് അറിയില്ല. ഒരുപാട് തേയ്മൽ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയെങ്കിൽ പറയണേ. ഒരുപാട് കാലം ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു, സൂപ്പറാണ്. മണം ഓർമ്മിപ്പിച്ചതിന് നന്ദിയെന്ന് കേട്ടോ. ഓക്കെ, ഇതെപ്പോഴും കിട്ടും കേട്ടോ. ലാലി എന്ന് പറഞ്ഞിട്ടൊരു ആളാ പറഞ്ഞിരിക്കുന്നത്. കാലങ്ങളായി ഉപയോഗിക്കുന്നുണ്ട്, നല്ല മണമാണ്, സൂപ്പർ ക്രീമാണ് കേട്ടോ.
ലിജിയ എന്ന് പറഞ്ഞിട്ട് ആള് പറഞ്ഞിരിക്കുക. നൈസി അജിയോ പറഞ്ഞിരിക്കുകയാണ്, ചേച്ചി എൻ്റെ ഫേസിൽ 5 ഇയർ ആയിട്ടുള്ള മാർക്ക് ഉണ്ട്, മൂക്കിന് ചുറ്റും നടുക്കിൽ അതിന് പറ്റുമോ? സൈക്കിളിൽ നിന്ന് വീണതാണ്, സൈക്കിളിൽ നിന്ന് വീണ എൻ്റെ മുറിവുണ്ടെന്ന് കേട്ടോ, പോകും കേട്ടോ, അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മാറിക്കൊള്ളുവേ. അതാരായിരുന്നു? നൈസി അല്ലേ? ഒരുപാട് 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 കമന്റ് ഉണ്ട് ഇതിനകത്ത്. കുറച്ച് നമുക്ക് റാൻഡം ആയിട്ട് നോക്കാം. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആധികാരികമായി പറയാൻ ഇവർ ഡോക്ടറാണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് മീഡിയ മുസാഫർ എന്ന് പറഞ്ഞിട്ട് ആള്. എന്നിട്ട് താഴത്ത് ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുമോ, ആയുർവേദിക് ആണോന്ന്. ആയുർവേദിക് ആണ്, എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. സ്ക്രാച്ചസിന് മാറാൻ ഉപയോഗിക്കും, ഡീറ്റെയിൽ ആയി പറയാമോ? സ്ക്രാച്ചസ് മാറാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ, നല്ലതാണ്. അറൗണ്ടും നിറം വെക്കുമോ? നിറം വെക്കാൻ പിഗ്മെന്റേഷൻ ആണെങ്കിൽ മാറും, അല്ലാണ്ട് കളർ നമുക്കുള്ള കളർ അതിനൊന്നും ചെയ്യത്തില്ല കേട്ടോ. സ്റ്റിച്ച് മാർക്ക് മാറുമോ? അത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇവരതിനകത്ത് പറയുന്നുണ്ട് മാറുന്നു. സൺബേൺ ഒക്കെ മാറും കേട്ടോ, അതായത് ലൈറ്റ് ആൻഡ് ടാൻ ഒക്കെ മാറും. സൺബേൺ ആണെന്നുണ്ടെങ്കിലും സൂര്യാഘാതം ഏറ്റുന്ന പരിപാടി ഇല്ല, അതൊക്കെ മാറും കേട്ടോ. ഒത്തിരി കമന്റ് ഉണ്ട് ഇതിനകത്ത്, ഒത്തിരി കമന്റ് ഉണ്ട്. എല്ലാത്തിനും കൂടെ നമ്മൾ റിയാക്ട് ചെയ്യാൻ നിന്നാ അറിയില്ല എങ്ങനെയാണെന്ന്. സോ ഉണ്ടോ ഈ ഒരു വീഡിയോയിലാണ് ഇവര് എന്റെ റിംഗ് ലൈറ്റ്. ഓക്കെ, കണ്ട 42 രൂപ കേട്ടാ. ഇപ്പൊ ഇതിന് 3 രൂപ കൂട്ടി. അപ്പൊ ഞാനിത് എന്നാ എടുക്കണേ? ഇത് തന്നെ ഇപ്പോഴും എൻ്റെ ഇരിക്കുന്ന ബോറോളി. അയ്യോ, ഇത് എത്ര വർഷമായി ഇത് അറിയില്ല. അപ്പോൾ ഈ വീഡിയോ കാണാത്ത ആൾക്കാർ ഈ വീഡിയോ കണ്ടോളൂ, അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടോ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എങ്ങനെ പോയാലും ഒരു 20 മിനിറ്റ് എങ്കിലും വരുമെന്ന് തോന്നുന്നു. ഈശ്വര, അറിയില്ല. നിങ്ങൾക്ക് ബോറോളിനെ കുറിച്ചിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് ഉപകാരം വന്ന ആൾക്കാരെ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് റിപ്ലൈ തന്നോളും കേട്ടോ. ഇപ്പൊ നമ്മൾ ഇത്രയും കമന്റ് വായിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. എനിക്കറിയില്ലാത്ത പല കാര്യങ്ങളും ആൾക്കാർ യൂസ് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. ഒരു ചേട്ടന്റെ കമന്റ് വായിച്ചായിരുന്നു, ഇതിന്റെ മണം നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ശരിക്കും ഹാൻഡ് ക്രീം പോലെയാണ്. എന്റെ ഹാൻഡ് ക്രീമിന് സെയിം മണമാണ് കേട്ടോ. അതായത് കുറെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ മണം അങ്ങോട്ട് ഇച്ചിരി മാറും. അപ്പൊ എനിക്ക് ശരിക്കും ഈ മണമല്ല, എന്താ തുറന്നാ മതി തന്നെ ചാടിപ്പോരും. ഈ ട്യൂബ് എന്തൊരു അടിപൊളി ട്യൂബാന്നറിയോ. കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കൈയൊക്കെ അങ്ങ് സ്മൂത്ത് ആകും. നമ്മളൊരു ഹാൻഡ് ക്രീം യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ദിസ് ആസ് എ ഹാൻഡ് ക്രീം. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് കൈ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദൂരം ഉണ്ടല്ലേ. അപ്പം ആദ്യം തുടങ്ങുമ്പോൾ ഞാൻ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ഒത്തിരി ടൈം ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ സ്പീഡിൽ പോയിട്ട് 1.5x ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. സോ വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.